വളരെ ആസൂത്രിതമായി ഉയർന്ന ലെവലിൽ ചിന്തിച്ച് നടപ്പിലാക്കിയ ഒരു കൊലപാതകം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ക്രൂരത ഇവിടെ വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ വളരെ ക്രൂരമായ കൊലപാതകമായിരുന്നു അത്. അതിന് ശിക്ഷ ലഭിച്ചു എന്നുള്ളത് മാതൃകാപരമാണ്, മറ്റുള്ളവർക്ക് പാടായിരിക്കും. പക്ഷേ കുടുംബത്തിൻ്റെ വികാരം ശിക്ഷ പോരാ എന്നുള്ളതാണ്. കോൺഗ്രസ് ആ കാര്യത്തിൽ കുടുംബത്തിൻ്റെ വികാരത്തോടൊപ്പം നിൽക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് UDFിൻ്റെയും ഈ കാര്യത്തിലുള്ള അഭിപ്രായം, പാർട്ടിയുടെയൊക്കെ അഭിപ്രായം അതുതന്നെയാണ്. ആസൂത്രിതമായി പൊളിറ്റിക്കലായിട്ട് ആലോചിച്ച് കൊലപാതകം നടപ്പിലാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് സംസ്ഥാനത്തിന് തന്നെ വളരെ നാണക്കേടുണ്ടാക്കുന്ന ഒരു വിഷയമാണ്. മാത്രമല്ല കേരളത്തിൽ അത്തരം സംഭവങ്ങൾ തുടരെ നടന്നിരുന്നു. പക്ഷേ ഈ ശിക്ഷ ഇനിയിപ്പോൾ അത്തരം രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോകുന്നവർക്ക് തീർച്ചയായും ഒരു തടസ്സം തന്നെ ആയിരിക്കും. അതൊന്നും ശിക്ഷ കിട്ടാതെ പോകില്ല എന്ന് എന്തെങ്കിലും തെളിഞ്ഞല്ലോ. അതാണ് ഇതിൻ്റെ ഒരു ഗുണപാഠം. അതാണ് ഈ കൊലപാതകങ്ങൾ പിന്നെയും ഇങ്ങനെ അടിക്കടി നടക്കുന്നതും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നിരന്തരം സംഭവിച്ചതൊക്കെ. എന്ത് ക്രൂരകൃത്യം ചെയ്താലും നോക്കാൻ ആളുണ്ട്, തെറ്റ് ചെയ്തവരെ ആ നിലക്ക് കാണാതെ നോക്കാൻ ആളുണ്ട് എന്നുള്ള ഒരു നില വരുന്നത് അതായിരുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ഗൗരവമുള്ള ഒരു നിർഭാഗ്യകരമായ അവസ്ഥ. ഇനിയെങ്കിലും അതിനൊരു മാറ്റം വരട്ടെ എന്നാണ് ഞങ്ങൾക്കൊക്കെ പറയാനുള്ളത്. അത് സ്ഥിരം അടിച്ചു വച്ചിരിക്കുന്ന ഒരു പ്രസ്താവനയായിട്ട് ജനങ്ങൾ കാണുന്നുള്ളൂ. ഏത് കൊലപാതകവും നടന്നാലും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങളും നടന്നാൽ പങ്കില്ല എന്ന് പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കും എന്നാ കരുതിയിരുന്നെങ്കിൽ ഇപ്പോൾ അത് ആരും തന്നെ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ ഈ കേസിൽ അതൊരു തെളിവായി വരികയും ചെയ്തു.